ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ് യു കെയിലെ നല്ല സമ്മറൊക്കെ അങ്ങനെ ഫൈനലി എത്തിയിരിക്കുവാന്ന് തോന്നുന്നു. അപ്പം വെയിലിൻ്റെ നല്ല ലക്ഷണമൊക്കെ രാവിലെ കണ്ടപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് തുണിയൊക്കെ അലക്കി വെയിലത്തിട്ടു. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ തുണി അലക്കി വെയിലത്തിടുവാണ്. ഹോപ്പ്ഫുള്ളി ഇതൊക്കെ ബൈ ദി എൻഡ് ഓഫ് ദി ഡേ ആകുമ്പോഴത്തേക്കും ഡ്രൈ ചെയ്താക്കി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് ഗാർഡൻ ലൈറ്റ്സ് എനിക്ക് അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചി ഗിഫ്റ്റ് തന്നായിരുന്നു. അത് ഞാൻ കുറേ നാളുകൊണ്ടൊന്ന് ഗാർഡനിൽ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. വെയിലുണ്ടെങ്കിലേ അത് ചാർജ് ആവത്തുള്ളൂ. കുറച്ച് നേരം നല്ല വെയിൽ കൊള്ളണം. അപ്പോൾ ഇന്നത്തെ വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനൊരു ചെറിയ സ്റ്റാൻഡ് പോലുണ്ട്. അതെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് പൊസിഷൻ ചെയ്യാം. വേറെ സ്ഥലത്ത് പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറി വയ്ക്കാം. അപ്പോൾ ഞാനത് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് നടന്ന് ഫിറ്റ് ചെയ്യുവാണ്. മൊത്തം 6 ലൈറ്റ് ഉണ്ടായിരുന്നു. 6ഉം ഞാൻ ഓരോരോ സ്ഥലത്ത് കൊണ്ട് വെച്ചു. ഇനി രാത്രിയാകുമ്പോൾ നോക്കണം അതിന് വെട്ടം വന്നിട്ടുണ്ടോ, വെട്ടമുണ്ടോ എന്ന്. വെട്ടം ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പൊസിഷൻ വേറെ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കണം. അങ്ങനെ 6 ഞാൻ ഫിറ്റ് ചെയ്തു. എവിടേക്കോ കൊണ്ടുവച്ചു. 2 ബാക്കിൽ കൊണ്ടുവച്ചു, 2 ഫ്രണ്ടിൽ വെച്ചു, പിന്നെ സൈഡിലൊക്കെ ആയിട്ട് എല്ലാം അങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതുവഴി ചുറ്റിക്കറങ്ങി ഒന്ന് നോക്കി അതൊക്കെ ഓക്കെ ആണോ എന്ന്. 2 അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ ഞാൻ സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഗാർഡനിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഭയങ്കര വീഡ്സ്, പുല്ല് ഇങ്ങനെ വളർന്ന് നിൽക്കുവാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് വലിയ പണിക്ക് പോകുന്ന പോലെ നാട്ടിൽ നിന്ന് ഈ തൂമ്പ കൊണ്ടുവച്ചിട്ടുണ്ട്, കുഞ്ഞു തൂമ്പ. അതൊക്കെ എടുത്തുകൊണ്ട് കുറേ പുല്ലൊക്കെ ഞാൻ പറിച്ച്, ഗാർഡനിലെ സൈഡിലുണ്ടായിരുന്ന പുല്ലെല്ലാം പറിച്ച് അവിടെയൊക്കെ വൃത്തിയാക്കി. പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയും നേരം ഇവിടെ നിന്നപ്പോൾ തന്നെ കാറ്റിൻ്റെ ശക്തി കാരണം നല്ല തണുപ്പുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മതിയായി തണുപ്പടിച്ചിട്ട്. ഞാൻ ഇന്നത്തെ പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാനിങ്ങ് പോന്നു. നല്ല കാറ്റാണ് പുറത്ത്. അത്യാവശ്യം പുല്ലൊക്കെ